വിഡ്ഢികളോട് ഒരിക്കലും വാദിക്കരുത്, കാരണം അത് നിങ്ങളുടെ സമയത്തെ നഷ്ടത്തിലാക്കും. എത്ര കഠിനമായ അവസ്ഥയിലും തൻ്റെ ലക്ഷ്യത്തിനു നേരെ ചുവട് വെച്ച് നീങ്ങുന്നവർക്കു മാത്രമേ ഭാഗ്യം പോലും തുണയായി ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ സംസാരിക്കുന്നിടത്തേക്ക് ശ്രദ്ധിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും വിശ്വസിക്കരുത്. മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുകൊണ്ടാവണം നമ്മൾ ഒരു പാഠം പഠിക്കേണ്ടത്. സ്വയം തെറ്റ് കണ്ടതിനു ശേഷം ഒരു പാഠം പഠിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്നതാണ്. നമ്മുടെ ജീവിതത്തെ ഒരിക്കലും വിധിക്ക് വിട്ടുകൊടുക്കരുത്. വിധി അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നത് സ്വന്തം കാലിൽ കോടാലി കൊണ്ട് കൊത്തുന്നതിന് തുല്യമാണ്. അത്രയ്ക്ക് നഷ്ടമാണ് അവരുടെ ജീവിതം. വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും നേരെ ആവില്ല, എന്നാൽ വിജയം നേടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള വഴി സുഖമായിരിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ അധികം മുന്നേറാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കൽ വെച്ച ചുവടിനേക്കാൾ വലിയ ചുവടായിരിക്കണം അടുത്തതായി മുന്നോട്ട് വെക്കേണ്ടത്. എത്ര ഗുണം നിങ്ങൾക്കുണ്ടെങ്കിലും ഒരൊറ്റ ദോഷം മതി നിങ്ങൾ സർവനാശത്തിലെത്തിച്ചേരാൻ. അറിവാണ് ഒരു വ്യക്തിയെ ഏതൊരു ദൗർബല്യത്തെയും പരിഹരിക്കുന്നത്. ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ നിങ്ങൾ ബുദ്ധിയില്ലാത്തവനായി മാറുക. കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. മറ്റൊരാളെ വേദനിപ്പിച്ച് സന്തോഷിപ്പിക്കുന്ന സന്തോഷം അധികമൊന്നും നിലനിൽക്കില്ല. ജീവിതത്തിൽ നമ്മൾ പലയിടത്തും പരാജയപ്പെടുമ്പോൾ നമുക്ക് മനോധൈര്യം നൽകുന്നവരെ കൂടെ നിർത്താൻ പഠിക്കുക. സൗന്ദര്യമുള്ള ഒരാളെ കിട്ടുന്നതിനേക്കാൾ നല്ലത് നമ്മെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടുക എന്നതാണ്. നമ്മൾ ശക്തനാകുന്നത് വിജയത്തിലൂടെ മാത്രമല്ല, ഏതൊരു വിഷമഘട്ടത്തിലും ഞാൻ തളരില്ല എന്നൊരു വിശ്വാസമുണ്ടല്ലോ, അതാണ് നമ്മുടെ ശക്തി. ആവശ്യങ്ങൾക്ക് മാത്രം അടുപ്പവും സ്നേഹവും കാണിക്കുന്നവരെ തിരിച്ചറിയാതെ പോകുക എന്നത് നിങ്ങൾക്കുണ്ടാകുന്ന വലിയൊരു തെറ്റു തന്നെയാണ്. വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവരെ മനസ്സിലാക്കാനായി നമ്മൾ ആദ്യം പഠിക്കണം. നമ്മൾ സ്നേഹിക്കുന്നവർ എല്ലാം നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതുന്നത് വലിയൊരു തെറ്റാണ്. അങ്ങനെ കരുതുന്നവർ തികച്ചും മണ്ടന്മാരാണ്. നീ ചതിച്ചയാളുടെ വിഷമം അയാൾ നിന്നെ മനസ്സിലാക്കുന്നിടത്ത് അവസാനിക്കും, എന്നാൽ ആ ഒരാളെ നഷ്ടപ്പെടുന്നിടത്ത് മുതൽ നിന്റെ നാശത്തിന് തുടക്കമാകും. നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരെ പരിഗണിക്കുക. അത് വെറും സമയമല്ല, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് അറിയുക. കരയുന്നതിൽ തെറ്റില്ല, പക്ഷേ ഒരു മാറ്റവും സംഭവിക്കില്ലെന്ന് അറിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാവുന്നതാണ്.